എല്ലാവർക്കും നമസ്കാരം. നാടും നഗരവും വ്യത്യാസമില്ലാതെ ആളുകൾ ഇന്ന് മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്ന ഒരു ട്രെൻഡിനൊപ്പമാണ് നാം ഇന്ന് ജീവിക്കുന്നത്. നമുക്കറിയാം, മാറി മാറി വരുന്ന ജീവിതശൈലി രോഗങ്ങൾ, ഈ പുറമേ നിന്നൊക്കെ വരുന്ന പച്ചക്കറികളോട് നമുക്കുള്ള വിശ്വാസമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു അല്ലേ. ഒരുപാട് കീടനാശിനികളും ഒരുപാട് മരുന്നുകളൊക്കെ തളിച്ചുകൊണ്ട് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറികൾ നമ്മൾ എത്ര വിശ്വാസതയോടെ നമ്മൾ ഉപയോഗിക്കുമെന്നത് ഇന്നത്തെ കാലത്ത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ആളുകൾ കൂടുതൽ അവെയറായി എന്നുള്ളതാണ് അതിനുള്ള ഒരു കാരണം. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മട്ടുപ്പാവിലെ കൃഷി അല്ലെങ്കിൽ ടെറസിലെ പച്ചക്കറി കൃഷി എന്ന ആശയത്തോട് നമ്മൾ താതാത്മ്യം പ്രാപിച്ചത്. ഇന്ന് നാടോ നഗരമോ വ്യത്യാസമില്ലാതെ ഇന്ന് മിക്ക നഗരങ്ങളിലും ആളുകൾ ടെറസിൽ ഇത്തരത്തിൽ കൃഷി നടത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് കൊച്ചിയിലൊക്കെ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത്, കോഴിക്കോട് എന്നുവേണ്ട ഈ നഗരങ്ങളിൽ മാത്രമല്ല, കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലും ചെറിയ ചെറിയ പട്ടണങ്ങളിൽ പോലും ഒരു വീടും അവർക്ക് അതിന് കണക്കായി ഒരു നല്ലൊരു ടെറസും ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ അവിടെ കൃഷി ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമാണ് ആ കാഴ്ച. അത് നല്ലൊരു കൾച്ചറിന് തുടക്കമാകട്ടെ എന്നുകൂടെ നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, ഇത്തരത്തിൽ നമ്മൾ ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മട്ടുപ്പാവിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ അവിനാഷ്. ഇന്ത്യൻ മണി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ടെറസിൽ കൃഷി ഇറക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ടെറസിന്റെ സ്ട്രെസ് മാക്സിമം കുറക്കാൻ ശ്രദ്ധിക്കണം എന്നതാണ്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഭാരം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പുതിയ വീടാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഒരു പുതിയ വീട് നിങ്ങൾ കെട്ടി അതിന് കണക്കായിട്ട് നിങ്ങൾ ഈ മട്ടുപ്പാവിലെ കൃഷിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് സെറ്റാക്കിയതെങ്കിൽ അത് ഓക്കെ. പക്ഷേ നിങ്ങൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീടിന് മുകളിലാണ് നിങ്ങൾ കൃഷി ഇറക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനൊരു സ്ട്രെസ്സിന്റെ ഒരു എലമെന്റ് കൂടെ നിങ്ങൾ കണക്കിലാക്കണം. കാരണം വെള്ളം ലീക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മണ്ണും ചെടിയും ഇതിനെ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാരം വെക്കുമല്ലോ. അപ്പോൾ ഈ ഭാരമൊക്കെ നമ്മുടെ റൂഫിന് ഒരു സ്ട്രെസ് ആവാതെ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഭയങ്കരമായിട്ട് കെയർ ചെയ്യേണ്ട ഒരു പോയിന്റാണ്. ഈ വെള്ളം ലീക്ക് ചെയ്യുക വഴി നമ്മുടെ ടെറസിന് സ്ട്രെസ് ഉണ്ടാവാനും അത് മൊത്തം നമ്മുടെ വീടിൻ്റെ സുരക്ഷിതത്വത്തെ തന്നെ ബാധിക്കാനും സാധ്യതയുണ്ട്. നമ്മൾ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ. നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് എത്രയാണോ, നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെച്ച അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യുന്ന ബഡ്ജറ്റ് എന്താണോ, ആ ബഡ്ജറ്റിനനുസരിച്ച് വേണം നമ്മൾ ചെടികൾ തിരഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ചെടികൾക്ക് വേണ്ട ഫെസിലിറ്റീസ് നമ്മൾ കൊടുക്കുവാൻ വേണ്ടിയിട്ട്. അല്ല, നമ്മൾ കയ്യിൽ ഒതുങ്ങാത്തത് നമ്മൾ ചെയ്യേണ്ട. നമ്മളുടെ ബഡ്ജറ്റിന് അതിക്രമിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇതിനായിട്ട് മാറ്റിവെക്കേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം ഒരു ബഡ്ജറ്റ് ഇതിനായി സെറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുക. അടുത്ത പോയിന്റ്, ഈ ചെടികൾ എവിടെ നടണം, അല്ലെങ്കിൽ വിത്തുകൾ നമ്മൾ എവിടെ മുളപ്പിക്കണം. നമുക്ക് ഒന്നുകിൽ ഗ്രോ ബാഗ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബോട്ടിൽസ് യൂസ് ചെയ്യാം. ബോട്ടിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വെള്ളത്തിന്റെ ക്യാൻ ഉണ്ടല്ലോ, വലിയ ക്യാൻ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതിനകത്ത് ഈ പറഞ്ഞ മണ്ണും മിശ്രിതവും ഒക്കെ നിറച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. അതല്ല, നമുക്ക് ഗ്രോ ബാഗാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്രോ ബാഗ് യൂസ് ചെയ്യാം. നിങ്ങൾക്കിത് ആരെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പേർട്സിനെ കൊണ്ട് ചെയ്യിക്കാം. നമുക്ക് എക്സ്പേർട്സ് മാർക്കറ്റിൽ നമുക്ക് ഉണ്ട്, ആളുകൾ നമുക്ക് ചെയ്തു തരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൻ്റെ ടെക്നിക്സും നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യണം, ഇതിനു വേണ്ട മെഷീനറീസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് യൂട്യൂബിലും ഓൺലൈനിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ടെറസിലെ കൃഷി ചെയ്യുന്ന സമയത്ത് മാക്സിമം രാസവളങ്ങൾ ഒഴിവാക്കുക. ജൈവവളങ്ങൾ തന്നെ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഓർഗാനിക് ഫാമിംഗ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓർഗാനിക് ആയിട്ട് വളരുന്ന കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് വളരുന്നതിനാണ് ഓർഗാനിക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഗ്രോത്ത് ഉണ്ടാവുമെങ്കിലും അതിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഫ്രഷ്നെസ് എന്ന് പറയുന്നത് അത്ര നല്ലതായിരിക്കില്ല. അതുകൊണ്ട് മാക്സിമം രാസവളങ്ങൾ ഒഴിവാക്കുക. മറ്റൊരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ രാസവളം ഉപയോഗിക്കുന്ന സമയത്ത് ഇതെന്തായാലും ലീക്കേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ചെടിയും നമ്മുടെ പ്രതലവും തമ്മിൽ അല്ലെങ്കിൽ ടെറസും തമ്മിലുള്ള ഒരു കോൺടാക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ രാസവളങ്ങളിൽ ഈ പ്രതലവുമായി ബന്ധപ്പെടുന്ന സമയത്ത് നമ്മുടെ തറയ്ക്ക് ശോഷണം സംഭവിക്കാം. ഇതിലെ കെമിക്കലും പിന്നെ നമ്മുടെ സിമെന്റിന്റെ ആ ഒരു ഭാഗം അതിന്റെ കാര്യങ്ങളൊക്കെ കൂടിച്ചേർന്ന് പ്രവർത്തനങ്ങൾ സംഭവിച്ച് ഈ തറയ്ക്ക് ശോഷണങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ, ഒന്ന് ഈ തറയ്ക്ക് ശോഷണം സംഭവിക്കുന്നതും മറ്റേത് പച്ചക്കറിയുടെ ഗുണമേന്മയും, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് രാസവളങ്ങൾ മാക്സിമം ഒഴിവാക്കാം, ജൈവവളങ്ങൾ കൂടുതൽ ഉപയോഗിക്കാം. നമ്മൾ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് തരത്തിലുള്ള ചെടികൾ വളർത്തുന്നുണ്ട്. അത് പടർന്ന് പന്തലിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേര് താഴോട്ട് ഇറങ്ങിപ്പോകുന്ന കിഴങ്ങുവർഗ്ഗങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ പടർന്ന് പന്തലിക്കാൻ സാധ്യതയുള്ളതായിരിക്കും. അപ്പോൾ ഇതിന് രണ്ടിനും കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനായി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു വല അവിടെ കെട്ടാം. അല്ലെങ്കിൽ ഈ ഗോളി പോസ്റ്റൊക്കെ കാണുന്നുണ്ടല്ലോ, ഗോളി പോസ്റ്റിന്റെ വലയൊക്കെ പോലെ നിങ്ങൾക്ക് ടെറസിനോട് ചേർന്ന് അതിൻ്റെ ഓരത്തോട് ചേർന്ന് ഒരു വല സെറ്റപ്പ് ചെയ്തിട്ട് ആ വല ഈ ചെടികൾക്ക് പടരാനുള്ള ഒരു പ്ലാറ്റ്ഫോമാക്കി സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓരോ ഗ്രോ ബാഗ് അല്ലെങ്കിൽ ഓരോ ബോട്ടിൽ വെക്കുമ്പോഴും മിനിമം 3 അടി ഡിസ്റ്റൻസ്, ഈ രണ്ട് ഗ്രോ ബാഗ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മിനിമം 3 അടി ആയിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ ചെടി വളർന്ന് വലുതാവുമ്പോൾ ഇത് തമ്മിലുള്ള ഒരു കൊളീഷൻ
അത് കാരണം അതിൻ്റെ വളർച്ച ചിലപ്പോൾ മുരടിക്കാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം സജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മിനിമം 3 അടി നിങ്ങൾ ഡിസ്റ്റൻസ് വെക്കാൻ ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഗ്രോ ബാഗ് ഒരിക്കലും തറയിൽ ഡയറക്റ്റ് വെക്കരുത്. ഒരിക്കലും ഡയറക്റ്റ് കോൺടാക്ട് ഈ തറയുമായി ഗ്രോ ബാഗിന് ഉണ്ടാവരുത്. ഒരു ഓടിൻ്റെ കഷ്ണം അല്ലെങ്കിൽ ഒരു ഇഷ്ടിക അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ വേണം ഗ്രോ ബാഗ് വെക്കാൻ. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ടെറസിന്റെ ഒരു സുരക്ഷിതത്വത്തെ മുൻനിർത്തിയാണ്, നമുക്ക് ടെറസിന്റെ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രോ ബാഗ് ഒരു പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ വെക്കാൻ സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഗ്രോ ബാഗിൽ മണ്ണിന്റെ അളവ് മാക്സിമം കുറച്ചുകൊണ്ട് ഈ മിശ്രിതത്തിന്റെ അളവുണ്ടല്ലോ, നമ്മുടെ ഈ ചാണകപ്പൊടി, കരിയില ഇതൊക്കെ ചേർത്തുള്ള ഒരു വളമിശ്രിതം നമ്മൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഈ മണ്ണിന്റെ അളവ് കുറച്ചുകൊണ്ട് ഈ മിശ്രിതത്തിന്റെ അളവ് കൂട്ടുന്നത് നല്ലതായിരിക്കും. അത് ഞാൻ പറഞ്ഞതുപോലെ ടെറസിന്റെ ഒരു സുരക്ഷിതത്വത്തെ മുൻനിർത്തിയാണ്. അതുപോലെ തന്നെ ചെടികൾക്ക് വളരാനും കൂടുതൽ പ്രചോദനമാകുന്നത് ഇത്തരത്തിലുള്ള കൃഷി രീതിയായിരിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഒരു റെയിൻ ഷെൽട്ടർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. റെയിൻ ഷെൽട്ടർ നമുക്ക് ഇന്ന് കൃഷിഭവനുമായി ബന്ധപ്പെട്ടാൽ അത് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു തരുന്നതാണ്. ഇതിന് സബ്സിഡിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റെയിൻ ഷെൽട്ടർ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് നല്ല കൂടുതൽ വിള ലഭിക്കാനുള്ള സാധ്യത കൂടും. അപ്പോൾ നമുക്ക് വേനൽക്കാലത്താണെങ്കിൽ ചൂട് ഉണ്ടാകും, അല്ലെങ്കിൽ മഴക്കാലത്താണെങ്കിൽ ഈർപ്പമായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അനുപാതം ക്രമീകരിക്കുന്നതിന് ഈ റെയിൻ ഷെൽട്ടർ ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കൃഷി കൂടുതൽ അധികം എക്സ്റ്റേണൽ ക്ലൈമറ്റ് ഇതിനെ കൂടുതൽ ബാധിക്കില്ല. നമുക്ക് കൂടുതലും ചെടികൾ വളരാൻ ചൂടാണ് ആവശ്യം. നമ്മുടെ നാട്ടിലെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് ചൂടാണ് കൂടുതലും നമുക്ക് കൃഷി രീതി കൂടുതൽ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ചൂട് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഈ ടെറസിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഈ റെയിൻ ഷെൽട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കൃഷിഭവനുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മട്ടുപ്പാവിലെ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ സഹായങ്ങളും അവിടെ നിന്ന് നൽകുന്നതാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നിങ്ങൾ ഒരു ഗ്രോ ബാഗിൽ ഒരു തൈ മാത്രമേ നടാൻ പാടുള്ളൂ. ഒരിക്കലും ഒരു ഗ്രോ ബാഗിൽ ഒന്നിൽ കൂടുതൽ തൈകൾ നിങ്ങൾ നടുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അത് തീരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡല്ല. അപ്പോൾ ഇത്രയും കാര്യമാണ് മട്ടുപ്പാവിലെ കൃഷി അല്ലെങ്കിൽ ടെറസിലെ കൃഷി എന്നതിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുറമേയുള്ള പച്ചക്കറികൾ വാങ്ങിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു വിമുഖതയുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ഒരു കീടനാശിനി അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിനോട് നമുക്ക് വിമുഖതയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മട്ടുപ്പാവിലെ കൃഷി അവലംബിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ മണി മലയാളം നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്തുക. indianmoney.com, get wise, break free.